മൊബൈൽ റീചാർജ് ചെയ്യുമ്പോഴും ബിൽ പേയ്മെൻറ്റുകൾ നടത്തുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു ചെറിയ തുക കമ്മീഷനായിട്ട് കിട്ടിയാലോ വളരെ നല്ലൊരു കാര്യമല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഈ മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്തിരുന്നത് മുമ്പ് ഷോപ്പുകളിൽ പോയാണ്, ഗൂഗിൾ പേ ഒക്കെ പ്രചാരത്തിൽ വരുന്ന മുമ്പ് ഷോപ്പുകളിൽ പോയാണ് റീചാർജ് ചെയ്തിരുന്നത്. ഇനി നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരുമ്പോൾ ഷോപ്പുകാർക്ക് എന്താണ് ലാഭം? അവരുടെ കയ്യിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വഴിയാണ് അവർ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരുന്നത്. ആ റീചാർജ് ചെയ്യുമ്പോൾ കടക്കാർക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ഒരു ചെറിയൊരു തുക കമ്മീഷൻ കിട്ടും. ഈ ഒരു സംവിധാനം ഇപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുവഴി നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഇതുപോലെയാണ് കമ്മീഷൻ ലഭിക്കുക. ഓരോ സിമ്മിനും ഇത്ര പെർസെൻറ്റേജ് കമ്മീഷനാണ് അവർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് ബിൽ പേയ്മെൻറ്റുകൾ, ഉദാഹരണത്തിന് കറണ്ട് ബില്ല്, വാട്ടർ അതോറിറ്റിയുടെ ബില്ല് തുടങ്ങി ഏതൊരു ബിൽ പേയ്മെൻറ്റ് നടത്തിയാലും അതിനും ഉണ്ട് കമ്മീഷൻ. ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് നടത്തിയാൽ, നമ്മളെല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നതാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് മുതലായ ഒരു വെബ്സൈറ്റിൽ നിന്നും ഷോപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുക കമ്മീഷനായി കിട്ടുന്നതാണ്. ഇനി മുതൽ റീചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യുക. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫോണോ ഫാമിലി ഫോൺസോ എല്ലാം നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് റീചാർജ് ചെയ്ത് കൊടുക്കാം.